22-ാം തീയതി ഈ മാസം 22-ാം തീയതിയാണ് സാംസങ്ങിന്റെ ഗാലക്സി S25 അൾട്ര എന്ന് പറയുന്ന ഫോൺ അല്ലെങ്കിൽ ആ ഒരു സീരീസ് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കണ്ട. സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ അൾട്ര ഫോണിന്റെ സ്പെക്കൊക്കെ ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തെന്ന് കണ്ടു നോക്കുക. ഇതുവരെയായിട്ട് നമ്മൾ അവിടെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അവിടെ വരും. S25ന്റെ വില വന്നിട്ട് 85,000 രൂപ റേഞ്ചിലാണ് പറയുന്നത്. S25 പ്ലസിന്റെ വിലയാണെങ്കിൽ 1,04,000 രൂപയാണ്. S25 അൾട്രയുടെ വിലയാണെങ്കിൽ 1,35,000 രൂപ റേഞ്ചിലാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതൊക്കെ ലീക്കാണ് കേട്ടോ, ഒഫീഷ്യലായിട്ട് പ്രൈസിംഗ് അല്ല. ഇതിൽ ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കേൾക്കുന്നത്. ഈ പ്രൈസിന് വരാൻ പോകുന്ന ഫോണുകൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. 200 മെഗാപിക്സലിന്റെ ക്യാമറ, സ്നാപ്ഡ്രാഗൺ 888, ബാറ്ററി 5000 mAh എന്നാണ് കേൾക്കുന്നത് അൾട്രാ ഫോണിൽ. ബാക്കി എല്ലാ ബ്രാൻഡുകളും 6000, 7000 mAh പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷവോമിയുടെ ഒക്കെ 8000 mAh ബാറ്ററി പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഇപ്പോൾ പോക്കോ F7 മറ്റോ F7 പ്രോയോ അങ്ങനെ ഏതോ ഒരു ഫോണിൽ 6500 mAh 7000 mAh റേഞ്ചിലുള്ള ബാറ്ററി കാണുമെന്നാണ് പറയുന്നത്. സോ ഒക്കെ ഗംഭീര ലെവലിലേക്ക് ഉണ്ട്. ഇവർ 5000 നിൽക്കുക. ഇതൊരു വലിയ പോരായ്മ ആവില്ല എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാലും ആ ഗംഭീര സീരീസ് 22-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്യാൻ മറക്കണ്ട. യെസ്, ഇന്നത്തെ വീഡിയോ ഒരു ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ ന്യൂസാണ് ഞാൻ പറഞ്ഞത് S25 സീരീസിന്റെ. ഇനി രണ്ടാമത്തെ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി 14 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് 14 Pro, Pro Plus രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ട് കണ്ടു നോക്കുക. ഓൾ റൗണ്ടർ ഫോണാണ്. അതായത് നല്ല ക്യാമറയുള്ള, ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ള, നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഫോൺ, നല്ല ബാറ്ററി ഉണ്ട്, ചാർജിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. സോ ഒരു ഓൾ റൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ നല്ല പെർഫോമൻസ്, നല്ല ഗെയിമിംഗ് ഒക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് അത്ര പോരാ. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല, എല്ലാം നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ക്യാമറയാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. 3x ഒപ്റ്റിക്കൽ സൂമൊക്കെയുള്ള ക്യാമറയുണ്ട് പ്ലസ്സിൽ. സോ അത് രണ്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കണ്ടു നോക്കൂ, എന്നിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. രണ്ട് മോഡലിൻ്റെയും പ്രൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കി വെച്ചോളൂ, എന്നിട്ട് ആ വീഡിയോ കണ്ടോളൂ. വീഡിയോയിൽ ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ദാ ഇവിടെ കൊടുക്കാം. ഇനി അടുത്തൊരു വാർത്തയാണ് നത്തിങ് ഫോൺ 3. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സെറ്റപ്പാണ് നത്തിങ് ഫോണുകൾ. നത്തിങ് ഫോൺ 3 വരാൻ പോവാണെന്ന് തോന്നുന്നു. കാരണം കാൾപേയുടെ മെയിൽ അറിയാതെ ലീക്കായി പോയിട്ടുണ്ട്. ആ ലീക്കിൽ കണ്ട ഇൻഫർമേഷന് നത്തിങ് ഫോൺ 3 വരുന്നുണ്ട്. അതിനകത്ത് നെക്സ്റ്റ് ലെവൽ, ഇതുവരെ സ്മാർട്ട് ഫോൺ ലോഞ്ചിൽ കണ്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ലോഞ്ച് ആയിരിക്കും. സ്പെഷ്യലായിട്ടുള്ള സെറ്റപ്പുകളായിട്ടായിരിക്കും ഫോൺ വരിക. ഒരുപാട് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. AI മാത്രമല്ല UI, അതിൻ്റെ യൂസർ ഇൻ്റർഫേസിലും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുന്ന ഒരു ഗംഭീര സെറ്റപ്പ് ആയിരിക്കും നത്തിങ് ഫോൺ 3 എന്ന രീതിയിലുള്ള ഒരു മെയിലാണ് നമുക്ക് ലീക്കായി വന്നിരിക്കുന്നത്. ഈ ലീക്കാവലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ കാൾപേ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഞാൻ മനഃപൂർവ്വം അങ്ങ് വിട്ടുവെച്ചേക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മെയിൽ അങ്ങ് ലീക്ക് ചെയ്ത് വിട്ടേക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കരമാണ്. എന്തായാലും വരുന്നുണ്ടെന്ന് വേണം കരുതാൻ. എന്തായാലും ഈ ഫോണുകൾ വലിയ കംപ്ലൈൻറ്റ് ഇല്ലാതെ ഇവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ആദ്യം ഇറങ്ങിയ ഫോൺ വരുമ്പോൾ ഇരിപ്പുണ്ട്. എന്നാലും അതിന് കൂടുതൽ സർവീസ് സെൻ്ററുകൾ, കുറച്ചും കൂടി സർവീസ് സെൻ്ററുകൾ എല്ലാ ഭാഗത്തും വരികയാണെങ്കിൽ കുറച്ചും കൂടി ധൈര്യപ്പെട്ട് നമുക്ക് എടുക്കാം. ഫോണുകൾക്ക് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെയും സർവീസിൻ്റെ ഒരു പ്രശ്നം മൈൻഡിൽ വെച്ചോളൂ. അടുത്ത ഹൈപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ നത്തിങ് ഫോൺ 3യുടെ. മിക്കവാറും അടുത്ത 1-2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു കിടിലൻ ലോഞ്ചാണ് പോക്കോ S7 Pro അൾട്ര. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്തോനേഷ്യ ലോഞ്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല 7000 mAh ബാറ്ററി ഒക്കെ ഉണ്ടെന്ന്. ചിലർ പറയുന്നു 6550 mAh ബാറ്ററിയാണ്, ചിലർ പറയുന്നത് 7000 mAh ബാറ്ററി വെച്ചുകൊണ്ടാണ്. ഇതിൽ കൂടിയ സൈസ് ബാറ്ററി വെച്ചുകൊണ്ട് തന്നെയാണ് പോക്കോ S7 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ആ പേര് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ചൈനയിലല്ലോ, മറ്റേ ഇന്തോനേഷ്യ, പറയും ആ പേര് തന്നെ അവിടെ വരുമായിരിക്കും. വരുമോ എന്ന് അറിയില്ല. പ്രോയൊക്കെ F7 വരും, Pro വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഗംഭീര ബാറ്ററി ലൈഫാണ് മെയിനായിട്ട് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തൊരു ലോഞ്ച് വരാൻ പോകുന്നത് മോട്ടറോളയുടെ Razer 60 സീരീസ് ആണ്. അറിയാലോ, ഫ്ലിപ്പ് വരും. സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ വരും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഇമ്പ്രൂവ് ആയി. ഇന്ത്യയിൽ 4% അല്ലെങ്കിൽ 5-6% അങ്ങനെ റേഞ്ചിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്, 4-5-6 ആ ഒരു റേഞ്ചിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ഗ്രോത്തിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാർക്കറ്റ് വീണ്ടും ആക്റ്റീവ്, കുറച്ചാളായിട്ട് ഡൗൺ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും ആക്റ്റീവായി തുടങ്ങി എന്ന് വേണം കരുതാൻ. അതിൽ തന്നെ ആപ്പിളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെയിൽ നടത്തി മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഐഫോണുകൾ എടുക്കുന്നത് ഈ അടുത്ത റീസെൻ്റായ ടൈമുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ മോഡലുകളും സെക്കൻഡ് ഹാൻഡ് മോഡലുകളും ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഐഫോണുകൾ പലരുടെ കയ്യിലും ഞാൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല, ഇഷ്ടം പോലെ ഐഫോണുകളാണ് എല്ലാവരുടെ കയ്യിൽ. ആർക്കും വലിയ അങ്ങനെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഒക്കെ പോയി കഴിഞ്ഞു ഐഫോണിൽ, സാധാരണമായി കഴിഞ്ഞു. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഇവർക്ക് നല്ല സെയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തൊരു വാർത്തയാണ് ഐഫോൺ 17 സീരീസിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഘടകം സ്ലിം വരുന്നതാണ് പറയുന്നത്. നമ്മൾ ഈ S25 സീരീസിലും ഒരു സ്ലിം ഉണ്ട് കേട്ടോ. ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു ലീക്ക് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. 5 സീരീസ് S25, 5 അൾട്ര, 5 പ്ലസ്, അതിൻ്റെ കൂടെ 5 സ്ലിമ്മും വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് നാൾ മുമ്പേ കഴിഞ്ഞ ഈ ഐഫോൺ 16 Pro Max ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്ലിം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു 17 സീരീസിൽ. സോ ഐഫോൺ 17 സീരീസിൽ വരാൻ പോകുന്ന സ്ലിമ്മിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.5 mm ആയിരിക്കും എന്നാണ് അറിയുന്നത്. വളരെ സ്ലിമ്മായ ഐഫോണുകൾ,
ഓൾറെഡി ബാറ്ററി ലൈഫ് ഒക്കെ കുറവായിരുന്ന ഒരു ചീത്ത പേരിൽ നിന്ന് മാറി ഇപ്പം നല്ല ടോപ്പ് ബാറ്ററി ലൈഫുള്ള ഫോൺ എന്ന പേര് ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഈ സ്ലിം വരുമ്പോൾ വീണ്ടും ബാറ്ററി ലൈഫ് പഴയപടി ആവുമെന്ന് അറിയില്ല. അതോ ഇനിയിപ്പോൾ സിലിക്കൺ കാർബൺ ബാറ്ററി സെറ്റപ്പൊക്കെ വെച്ച് ഇവർ പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ലേറ്റ് ആവുന്ന ആൾക്കാരാണ്. നോക്കാം, എന്തായാലും സ്ലിം വരുന്നുണ്ട്. വളരെ സ്ലിമായ ഫോണുകൾ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം, ആപ്പിൾ ഫാൻസിനുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോർ ആപ്പ് കേട്ടോ, സ്റ്റോറല്ല. സ്റ്റോറുകൾ ഓൾറെഡി മുംബൈയിലും ഡൽഹിയിലൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ഒറിജിനൽ സ്റ്റോറുകൾ. ഇപ്പോൾ ആപ്പും വരികയാണ്. ഈ ആപ്പിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. എല്ലാ പർച്ചേസിനും വേണ്ടുന്ന അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ അതിലൂടെ ഹെൽപ്പായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ സാധിക്കും. പ്രൊഡക്റ്റിൽ എൻഗ്രേവ് ചെയ്യണോ, നിങ്ങളൊരു പെന്ന് വാങ്ങിക്കുമ്പോൾ ആ പെന്നിൽ നിങ്ങളുടെ പേര് എഴുതി വാങ്ങിക്കണോ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഓഫറുകൾ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്താൽ എന്തോ ഓഫർ കിട്ടും. അങ്ങനെ സകലമാന പർച്ചേസിന് വേണ്ടുന്ന ഹെൽപ്പുകളും അടങ്ങുന്ന ഒരു ആപ്പാണ് ആപ്പിളിൻ്റെ ഈ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. മറ്റു പല കൺട്രീസിലും ഉണ്ട്, ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടാറ്റ അവരുടെ മാനുഫാക്ചറിങ്, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യാൻ തുടങ്ങുന്നു. ആപ്പിളിൻ്റെ സ്റ്റോറുകൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആപ്പിൾ ഇന്ത്യയിലേക്ക് കോൺസെൻട്രേറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ആപ്പിളിൻ്റെ സെയിൽ ഇന്ത്യയിൽ കൂടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സോ ആപ്പിളിൻ്റെ സ്റ്റോർ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ കാണുന്ന ആപ്പാണ്. ആരെങ്കിലും ഐഫോൺ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത് നമുക്കൊന്ന് പരിചയപ്പെട്ട് വെച്ചോളൂ, ഉപകാരപ്പെട്ടാലും. ഇനി അടുത്തൊരു തീപിടിച്ച വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം തീപിടിച്ച് തീർന്നതാണ്. ഇപ്പോൾ അമേരിക്കയിൽ തീപിടിച്ചിട്ടുണ്ട് വാർത്ത. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും കാണാം, ഇത് തന്നെയാണ് വാർത്ത. ടിക്ടോക്ക് ബാൻ ചെയ്യാൻ പോകുന്നു. ടിക്ടോക്ക് താമസിയാതെ അവിടെയും ബാൻ ആവും. ഇത് തന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. ഡാറ്റ, ചൈന ബന്ധങ്ങൾ, ചൈനീസ് കമ്പനിയുടെ ഡാറ്റ ചോർച്ച പോലെ അങ്ങനെയുള്ള ആ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ അതേ വിഷയങ്ങളൊക്കെ തന്നെയാണ് അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അവിടെ നിന്നും ഇത് പോകും. സത്യത്തിൽ ഇതിനോട് ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കാരണം ഇതിലൂടെ ഈ ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരികയും അതിലൂടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മുന്നേറിയ ആൾക്കാരും ഒരുപാട് പേരുണ്ട്. ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അപ്പോഴും യൂട്യൂബായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേര് ടിക്ടോക്കിൽ നിന്ന് യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഫേമസ് ആയി നിൽക്കുന്ന പലരും ടിക്ടോക്കിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുമാണ്. സോ ഒരു നല്ല വശം, അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു നല്ല സെൻറ്റിമെൻറ്റ്സ് അതിനോടുണ്ട്. എങ്കിലും ഈ ഡാറ്റ ചോർച്ച നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, അത് നമുക്കൊരിക്കലും ഈ സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് അതിനുവേണ്ടി സംസാരിക്കാൻ പറ്റില്ല. സോ നല്ലൊരു ആപ്പായിരുന്നു, നല്ല രീതിയിലൊക്കെ നടന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നേ. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പോയി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് iOSന്റെ 18.3 ബീറ്റാ വെർഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. വേണ്ടവർക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തു. കാരണം എനിക്ക് വാട്സപ്പിൽ ഈ ആപ്പിളിൻ്റെ റൈറ്റിംഗ് ടൂൾ ഉണ്ടല്ലോ, റൈറ്റിംഗ് അസിസ്റ്റൻറ്റ്, ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ, അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറിജിനൽ വെർഷനിൽ നിന്നുകൊണ്ടായിരിക്കും ഇനി ബീറ്റ ഇട്ടാൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ബീറ്റ ഇട്ട് നോക്കി. ഇപ്പോഴും ബാക്കി എല്ലാ ആപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ മാത്രമേ എനിക്ക് റൈറ്റിംഗ് ടൂൾ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ അറിയാമെങ്കിൽ. ഞാൻ തപ്പാവുന്നിടത്തൊക്കെ തപ്പി നോക്കി, ആപ്പിളിനോടും ചോദിച്ചു. അവർ പറഞ്ഞ് വാട്സപ്പിൻ്റെ കുഴപ്പമായിരിക്കും, അവർ തരാണ്ടായിരിക്കും. വാട്സപ്പിനോട് ചോദിക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ കൃത്യമായിട്ട് റൈറ്റിംഗ് ടൂൾ, റീറൈറ്റിംഗ്, പ്രൂഫ് റീഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസ് ഇത്രയുമാണ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ കൃത്യമായിട്ട് ഓൺ ടൈമിന് മുതൽ വരും. എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ടൈംലി അപ്ഡേറ്റിന് വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ട്വിറ്റർ ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.